നമസ്കാരം. യശശരീരനായ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ചങ്ങാലിപ്രാവ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിലെ ചില വരികൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ, തല തല്ലിക്കരയുന്നതെന്തുകൊണ്ടോ? നിന്റെ തല തല്ലിക്കരയുന്നതെന്തുകൊണ്ടോ? പറയുന്നു ചങ്ങാലി, ഞാനിന്നു നാഴെ പയറൻ മകൾക്കോ കൊടുത്തു പോയി ഒപ്പിട്ടു, തിരികെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ. തിരികെ വരും നേരം എന്തു ചൊല്ലേണ്ടു? ഒരേ പയറുള്ളൂ ചട്ടിയിലൊട്ടാകെ, ഒരേ പയർ മണി കണ്ടതുള്ളൂ. പയറെന്തോ ചെയ്തു നീ അറുകള്ളിപ്പെണ്ണെ? പകുതിയുമില്ലല്ലോ നീ കോരിച്ചോ? നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ? പറയുന്നില്ലവളൊന്നും വറവു തീർന്നപ്പോൾ, പയറെത്ര മാത്രമേ കണ്ടതുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടി എന്നോർത്ത്, കളി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എന്റെ കളി കൊണ്ടു കൊന്നു ഞാൻ പൊന്നു മോളെ. ഒരു ചങ്ങാലിപ്രാവ് തൻ്റെ മകൾക്ക് കുറച്ച് പയർമണി വറുക്കാൻ കൊടുത്തിട്ട് പോകുന്നു. ഉപ്പിട്ട് വറുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പോകുന്ന പയർമണി തിരിച്ചു വരുമ്പോൾ അമ്മപ്രാവ് കാണുന്നത്, ഈ ചങ്ങാലിപ്രാവ് കാണുന്നത് ഉരിയ മാത്രമേ ബാലൻസ് ഉള്ളൂ, ബാക്കിയുള്ളൂ. അമ്മയ്ക്ക് സംശയമായി. അമ്മ ചോദിക്കുന്നു, ഇത് നീ നിന്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, അതോ സൽക്കരിച്ചോ, അതോ നീ ഇത് മുഴുവൻ കുറിച്ച് തീർത്തോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ കുഞ്ഞിപ്രാവ് തിരിച്ചു പറയുന്നു, ഞാൻ ഒന്ന് കള്ളം പറയുന്നതല്ല അമ്മ, ഞാൻ മുഴുവൻ പയർമണിയും വറുത്തിരുന്നു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഒട്ടും ബാലൻസ് ഇല്ല, ഇത്രയും മാത്രമേ ഉള്ളൂ, പയർമണി ഇത്രേ ബാലൻസ് ഉള്ളൂ, ഇത്രയും ബാക്കിയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോ അമ്മപ്രാവിന് ഭയങ്കരമായ ദേഷ്യം വന്നു. ഏത് കൊക്കുകൊണ്ടാണോ തൻ്റെ മകളെ ഊട്ടി വളർത്തിയത്, അതേ കൊക്കുകൊണ്ട് ആ മകളുടെ നെഞ്ചത്ത് ആഞ്ഞാഞ്ഞു കൊത്തി രക്തം വാർന്ന് ആ കുഞ്ഞു മരിക്കും. എന്നാൽ കുറെ കഴിഞ്ഞപ്പോ, ഈ വിഷമമൊക്കെ മാറി കഴിഞ്ഞപ്പോ, ഈ അമ്മപ്രാവ് എന്ത് ചെയ്തെന്നറിയാമോ? കുറച്ച് പയർമണി എടുത്ത് വറുക്കുന്നു. വറുത്തപ്പോ മനസ്സിലായി, പയറ് വറുത്ത് കഴിയുമ്പം ചുരുങ്ങി 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 പോകുന്നു. പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നുള്ള പരമാർത്ഥം അറിയാതെ ഞാൻ എൻ്റെ മകളെ കൊന്നുപോയല്ലോ എന്ന് വിലപിക്കുന്ന അമ്മപ്രാവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴാണോ അമ്മപ്രാവിന് ആ തിരിച്ചറിവുണ്ടായത്, ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു ജീവൻ നഷ്ടപ്പെട്ടു. പലപ്പോഴും മുതിർന്നവരായ നമ്മൾ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മുതിർന്ന രക്ഷകർത്താക്കളുടെയോ ഒക്കെ മുൻവിധികൾ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പല ജീവനും ഹനിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. നിങ്ങളുടെ തെറ്റായ മുൻവിധികൾ കൊണ്ട് നമ്മൾ പലപ്പോഴും പല കുഞ്ഞുങ്ങളെയും വളർച്ച മുരടിപ്പിച്ച് കളയാറുണ്ട്. അപ്പോ തിരിച്ചറിവുണ്ടാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത് അവസ്ഥ വരുന്നതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് മുന്നേ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാം. പലപ്പോഴും ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ നടക്കുക ശാരീരിക പീഡനത്തെ കുറിച്ചാണല്ലോ. അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങളൊരു വാചകം കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഈ ലോകത്ത് മറ്റൊരാളെ ദ്രോഹിക്കാൻ മാത്രം മതി ശക്തി, ബാക്കിയെല്ലാം സ്നേഹം കൊണ്ട് നേടാമെന്ന്. പലപ്പോഴും നമുക്ക് ശാരീരിക പീഡനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പല മുൻവിധികളാണ് നമുക്കുള്ളത്. കുട്ടികളെ അടിച്ചു വളർത്തണം. പ്രധാനമായിട്ടും നമ്മൾ കേട്ടിട്ടുള്ള വാചകം ഇതാണ്, ഒന്നാണെങ്കിലും ഓലയ്ക്ക് അടിക്കണം. സത്യം ഞാൻ പറയുന്നു, ഒലക്കയുടെ മൂടാണ്. അടിക്കേണ്ട കാര്യമില്ല. കുട്ടികളെ അടിച്ചു വളർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ അടിച്ചാൽ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ, വേദനിപ്പിച്ചാൽ മാത്രമേ എന്തുള്ളൂ, കുട്ടികൾ നന്നാവൂ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ചില ഡയറക്ഷൻസ് കൊടുക്കാം, കൃത്യമായ സന്ദേശങ്ങൾ കൊടുക്കാം, എന്ത് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം. ജീവിതം, നല്ല ജീവിതം നയിക്കാൻ, നല്ല വ്യക്തിത്വം വളർത്താൻ ശാരീരികമായ ശിക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം.
രണ്ടാമത് മറ്റൊരു മുൻവിധിയുണ്ട്, മറ്റൊരു വാചകമുണ്ട്. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല. അപ്പോ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി അല്ലെ? തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല. ശരിയാ, പിള്ളയ്ക്ക് കേടില്ല, പക്ഷെ കുഞ്ഞിന് കേടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാചകം നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതായി. ഇനി ചിലപ്പോൾ ചിലർ ചിന്തിക്കും, ഒരു ചെറിയ അടിയൊക്കെ ആകാം. പക്ഷേ നിങ്ങൾ ഈ അടിയുടെ അളവുകോൽ എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ അടിയുടെ അളവുകോൽ നിശ്ചയിക്കുക? നോക്കൂ, നമ്മളുടെ ശക്തി എടുത്ത് നമ്മൾ ഒരു കുട്ടിയെ അടിക്കുന്നത് ആ കുട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ അതേ ശക്തി എടുത്ത് അല്പം ബലഹീനനായ, അല്ലെങ്കിൽ എല്ലുകൾക്ക് അല്പം വളർച്ച കുറവുള്ള, എല്ലുകൾക്ക് അല്പം ശക്തി കുറവുള്ള മറ്റൊരു കുട്ടിയെ അതേ ശക്തിയിൽ നമ്മൾ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും ഇത്ര അളവിൽ കുട്ടിയെ അടിക്കാമെന്ന്? നോക്കൂ, ഇങ്ങനെ പറയുന്ന ഒരാളുടെ മുഖത്ത് ഞാൻ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമോ അത് തന്നെയാണ് ഒരു കുട്ടിക്കും തോന്നുക. അപ്പൊ ചിലർ പറയും, ഇനി അടുത്തൊരു മുൻവിധിയുണ്ട് അല്ലെ, ഞങ്ങളൊക്കെ ഒരുപാട് അടി കൊണ്ടിട്ടാണ്, ശാരീരികമായിട്ടുള്ള ശിക്ഷ ഏറ്റിട്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ ആയിത്തീർന്നത്. നോക്കൂ, നിങ്ങൾ എത്രയായി തീർന്നാ നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് ശാരീരിക ശിക്ഷയേറ്റ് വളർന്നു വന്ന നിങ്ങൾ സമഗ്ര വികാസം പ്രാപിച്ചു എന്ന് നിങ്ങൾ പറയുകയും മറ്റൊരാളെ വേദനിപ്പിക്കരുത് എന്നൊരു വിദ്യാഭ്യാസം പോലും നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾ എവിടെ എത്തി എന്നാ പറയുക? അതും ഒരു തെറ്റിദ്ധാരണ തന്നെയല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നതിന് പകരം അവർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകി നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം.